അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് സ്വാഗതം. യെസ്, ഗുഡ് ഈവനിങ്. എല്ലാവരും എത്തിയിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹാഫ് എ ഡേ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് ഇന്ന് പഠിക്കാൻ പോവാണ്. മിസ്സിൻ്റെ കുട്ടികളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടോ? ഞാൻ നിങ്ങൾ 9ാം ക്ലാസ്സിൽ എത്തിയിട്ട് നമ്മുടെ ഫസ്റ്റ് ലൈവാണ് അല്ലേ? യെസ് ശ്രീഹരി മിസ് പേരൊക്കെ വിളിക്കാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് എന്താണ് ഇത് കുറച്ച് ഒരു കോൺവെർസേഷൻ പോലെയുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പേര് വിളിച്ചാലോ? അത് മതിയോ? യെസ് ശ്രീഷ്മ. യെസ്, അപ്പോൾ എൻ്റെ കുട്ടികൾ ഇപ്പോൾ തന്നെ വേഗം ഒരു കാര്യം ചെയ്യുക. വേഗം തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ക്ലാസ്സിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ആദ്യം എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ലേ അല്ലേ? യെസ് ആരോമൽ, യദുൽ, തോമസ്, ലിയോ, പാർവതി, ദൃശ്യ. യെസ്, എല്ലാവരുടെയും പേര് മിസ് വിളിക്കാം കേട്ടോ. പക്ഷെ നമുക്കൊന്ന് ക്ലാസ് ഒന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് പോരെ. ഇപ്പം എൻ്റെ കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ക്ലാസ്സിൻ്റെ ലിങ്ക് വേഗം എല്ലാവർക്കും ഷെടപടേന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കാം. ഓക്കെ, യെസ്, ഷെയർ ചെയ്തു. ഓൾറെഡി ഷെയർ ചെയ്തിരിക്കുകയാണോ? അടിപൊളി. നിങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ, സൂപ്പർ ഫാസ്റ്റ് ആണല്ലേ. അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മിസ്സിന് പറയാനുള്ളത് മക്കളെ, നമ്മളുടെ എക്സാം വിന്നറിൻ്റെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ആപ്പിൻ്റെ പേജ് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അത് മാത്രമല്ല 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. റെഡി? യെസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ അവിടെ ഉണ്ടാവുക. റെഡിയാണോ? അപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ എക്സാം വിന്നർ ആപ്പും അതേപോലെ തന്നെ നിങ്ങളുടെ 9ാം ക്ലാസ്സിൻ്റെ ചാനൽ കൂടെ എന്ത് ചെയ്യുക? ചാനലല്ല, പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ആരൊക്കെ ഉണ്ട് ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ നോക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഒന്ന് സ്കാൻ ചെയ്താലും മതി. ഈ സാധനം സ്കാൻ ചെയ്താലും കിട്ടും. റെഡി? എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും പേര് മിസ് വിളിക്കാം, ഒരു പ്രശ്നമാവേണ്ട. ഓക്കെ, എല്ലാവരുടെയും പേര് വിളിക്കൂ കേട്ടോ. റെഡി? നമുക്ക് സമയമുണ്ട്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇടയിൽ ഇടയ്ക്കിട്ട് മിസ് എല്ലാവരുടെയും പേര് വിളിക്കാം. അതുപോലെ അത് ഡീലാണോ? ഇപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി വരണം. ആൻഡ് എനിക്ക് തോന്നുന്നു ആരൊക്കെയാണ് ഇവിടെ നമ്മുടെ ആൽഫ ബാച്ചിലുള്ള മക്കൾ ആരൊക്കെയാണ്? ഓൾറെഡി ആൽഫ ബാച്ചിലുള്ളവർക്കാണെങ്കിൽ ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ആരൊക്കെയാണ്? ഒന്ന് കൈ പൊക്കിക്കേ. മിസ് ഞാൻ ആൽഫ ബാച്ചിലുണ്ട്. ആരൊക്കെയാണ് ആൽഫ ബാച്ചിലുള്ള ആൾക്കാർ? ഉണ്ടോ ഇവിടെ? ആൽഫ ബാച്ചുകാരുണ്ടോ? യെസ്, ഉണ്ടോ? വോയിസ് നോക്കട്ടെ. ഇത്രയും വോയിസ് പോരാ നിങ്ങൾക്ക്? ഇനിയും വോയിസ് വേണം? നോക്കട്ടെ. എനിക്ക് എൻ്റെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ. അപ്പം നിങ്ങൾക്ക് എന്താ? എനിക്ക് എൻ്റെ സൗണ്ട് കൊണ്ട് കേട്ടിട്ടായിരിക്കും. ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ചാപ്റ്ററൊക്കെ പഠിച്ച് നല്ല ഉഷാറായിട്ടിരിക്കല്ലേ അല്ലേ? അപ്പം മിസ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സൊക്കെ കേട്ട് നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ സസ്പെൻസ് പൊട്ടിക്കരുത്. ഓക്കെ, നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ സസ്പെൻസ് പൊട്ടിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു അടിപൊളി ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ചാപ്റ്ററൊക്കെ നേരത്തെ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ വേഗം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. 2999 ആണ് നമ്മുടെ ബാച്ച് ഫീ വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒട്ടും ലേറ്റ് ചെയ്യാതെ നമുക്ക് പോയാലോ? നമ്മളുടെ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്ക് പോയാലോ? ഒരു കുഞ്ഞു സ്റ്റോറിയാണ് കേട്ടോ. നഗീബ് മെഹ്ഫൂസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററുടെ ഒരു നല്ല രസമുള്ളൊരു സ്റ്റോറിയാണ്. നമുക്ക് നോക്കിയാലോ? റെഡിയാണോ? യെസ് കൃപ. എല്ലാവരുടെയും പേര് മിസ് വിളിക്കും കേട്ടോ. നന്ദന, പാർവതി, എല്ലാവരുടെയും പേര് മിസ് കാണുന്നുണ്ട്. മിസ് എല്ലാവരുടെയും പേര് വിളിക്കും. ഇപ്പം നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് തുടങ്ങാം. റെഡി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളെല്ലാവരും നമ്മുടെ ചാറ്റ് ഫുൾ ഫയർ ഇമോജി ഒക്കെ ഇടാം. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന് വേണ്ടിയിട്ട് അല്ലേ ഒരു കുഞ്ഞു ദിവസം, ഒരു ദിവസം പോലുമില്ല, ഹാഫ് എ ഡേ, ഒരു ദിവസത്തിന് പകുതി നടന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടാലോ? ഫോളോവറാണ്, അടിപൊളി. മിസ്സിൻ്റെ ഫോളോവർ ആണെന്നാണോ അതോ എക്സാമിനറിൻ്റെ ആണോ? നിങ്ങൾ എന്തായാലും നിങ്ങൾ എക്സാമിനറിൻ്റെ ആപ്പിൻ്റെ ഫോളോ ചെയ്യണം, നിങ്ങളുടെ ക്ലാസ് 9ൻ്റെ ഫോളോ ചെയ്യണം. പിന്നെ മിസ്സിന് ഇഷ്ടമുള്ളവർ മിസ്സിനെ ഫോളോ ചെയ്തോളൂ. ഓക്കെ, റെഡിയാണോ? പറയരുത് നന്ദിത, പറയരുത്. നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ സസ്പെൻസ് പൊട്ടിക്കരുത്. സിനിമ ആണെന്നതിന് മുമ്പ് നമ്മൾ സസ്പെൻസ് പൊട്ടിക്കാൻ പാടില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
യെസ് ആദിത്യ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി കാണാം നല്ലൊരു ബബ്ലു പോലത്തെ ഒരു മോനല്ലേ. അപ്പോൾ ഈ ഒരു ബബ്ലു പോലെയുള്ള ഒരു കുഞ്ഞു കുട്ടി ആ കുട്ടിയുടെ അച്ഛൻ്റെ കൈ പിടിച്ച് എവിടേക്കോ പോവാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ കൊച്ചു മോൻ്റെ പ്രായം കണ്ടിട്ട് ഈ കുട്ടി എത്രാം ക്ലാസ്സിലായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നേ? ഈ കുഞ്ഞു കുട്ടി എത്രാം ക്ലാസ്സിലായിരിക്കും? LKG ആണോ, UKG ആണോ, SSLC ആണോ, 1ാം ക്ലാസ് ആണോ? ഏതാണ്? ഏത് ക്ലാസ് ആയിരിക്കും? ഏത് ക്ലാസ് ആയിരിക്കും? 2nd സ്റ്റാൻഡേർഡിൽ ഇത്രയും വലിപ്പമുണ്ടാവോ? 4ആ? എനിക്ക് തോന്നുന്നത്, മിസ്സിൻ്റെ തോന്നലാണ്, എനിക്കിതൊരു LKG ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, എനിക്ക് LKG ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ പ്രായത്തിലുള്ളത് ഇഷ്ടമെടുത്തോ. നമുക്ക് ബബ്ലു ഇല്ലേ, ബബ്ലു പോലില്ലേ, നല്ല ക്യൂട്ട് തക്കുടു പോലില്ലേ, അപ്പോൾ നമുക്ക് ബബ്ലു എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ കുഞ്ഞു മോന് അച്ഛൻ്റെ കൈ പിടിച്ച് എങ്ങോട്ടേക്കാണ് പോണത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. റെഡി? അപ്പോൾ അതെ നമ്മളുടെ ഫസ്റ്റത്തെ പാരഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ. എന്ത് ചെയ്യാം? ഞാൻ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ഇവിടുത്തെ ഐ എന്ന് പറയുന്നത് നമ്മുടെ ബബ്ലു ആണ്, നമ്മുടെ ആ ക്യൂട്ട് ലിറ്റിൽ മോനാണ് കേട്ടോ. ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. ക്ലച്ചിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറുകെ പിടിക്കുക അല്ലെ തൂങ്ങി പിടിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ്റെ വലത് കൈ പിടിച്ചുകൊണ്ട് ഞാൻ പോവാണ്. അച്ഛൻ നടക്കുക, പക്ഷെ ഞാൻ എന്ത് ചെയ്യുക? റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് സ്ട്രൈഡ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കാല് കണ്ടോ മക്കളെ? അച്ഛൻ്റെ വലിയ കാലാണ്. അപ്പോൾ അച്ഛൻ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഭയങ്കര ദൂരെയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വലിയ വലിയ സ്റ്റെപ്പ് വെച്ച് പോവാണ്. എൻ്റെ കുഞ്ഞു കാലുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ അടുത്ത് നടന്നെത്താൻ പറ്റണില്ല. അപ്പോൾ അച്ഛൻ്റെ വലത് കൈയും പിടിച്ച് ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അച്ഛൻ്റെ കൂടെ എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ. ഇനി എന്താ പറയണേ? കുറേ സർപ്രൈസിങ് കാര്യങ്ങളാ. എൻ്റെ ഉടുപ്പൊക്കെ നിങ്ങൾ കണ്ടോ? എൻ്റെ ഉടുപ്പൊക്കെ എന്താണ്? പുതിയ ഉടുപ്പാണ്. ഉടുപ്പിൻ്റെ കളർ എന്താ മക്കളെ? ബടാ കാലാണ് അച്ഛൻ്റെത്. പക്ഷെ ചോട്ടാ കാലുള്ള ബബ്ലുവിന് അച്ഛൻ്റെ കൂടെ നടന്നെത്താൻ പറ്റാത്തത് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ. എൻ്റെ ഡ്രസ്സൊക്കെ പുതിയതാ. ദ ബ്ലാക്ക് ഷൂസ്, കണ്ടോ? കറുപ്പ് ഷൂസൊക്കെ ഉണ്ട് എനിക്ക്. ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം. അപ്പോൾ എവിടെ പോവല്ല? കല്യാണത്തിനും പാർട്ടിക്കൊന്നും പോവല്ല, സ്കൂൾ യൂണിഫോം ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ആൻഡ് ദ റെഡ് ടർബൂഷ്. ടർബൂഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിനിമ നടനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ സിനിമ തിരിച്ചറിയും അല്ലേ? ഇത് ആരാണിത്? നമ്മുടെ സൂഫിയും സുജാതയും എന്ന് പറയുന്ന മൂവിയിൽ അല്ലേ നമ്മളുടെ നായകനാണ്. അപ്പോൾ നായകൻ്റെ തലയിലുള്ള ഈ ഒരു തൊപ്പിയില്ലേ, ഇതിനെയാണ് നമ്മൾ ടർബൂഷ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടി എന്തിട്ടിരിക്കുക? റെഡ് കളറുള്ള ടർബൂഷൊക്കെ തലയിൽ വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്യാരക്ടർ സ്കെച്ചൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി my delight in my new clothes however was mixed. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? സന്തോഷം. എൻ്റെ സന്തോഷം, ഈ പുതിയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം, ആ പുതിയ ഡ്രസ്സ് ഇട്ടതൊന്ന് എല്ലാവരെയും കാണിക്കണം. പക്ഷേ എൻ്റെ ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഈ സന്തോഷം മിക്സഡ് സന്തോഷമാണ്. എന്ന് വെച്ചാൽ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്, പക്ഷേ കുറച്ച് സങ്കടമുണ്ട്. അതാണ് നമ്മുടെ കുട്ടി എന്ത് പറയുന്നത്? മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവെവർ വാസ് മിക്സ്ഡ്. കുറച്ച് മിക്സഡ് സന്തോഷമാണ്, സന്തോഷമുണ്ട്, കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മിക്സ്ഡ് ആയിരിക്കണേ? അതാണ് പറയണേ കേട്ടോ. ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. ഞാൻ ഈ പോകുന്നത് ഒരു വിരുന്ന് കൂടാനോ പെരുന്നാൾ പോവാനോ ഉത്സവത്തിനോ കല്യാണത്തിനോ ഒന്നും അല്ല. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ വിരുന്നെന്നാണ് പറയാം കേട്ടോ. അപ്പോൾ ഇത് വിരുന്നിൻ്റെ ദിവസമൊന്നും അല്ല. പക്ഷെ എന്താ? ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ പോവാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ഡേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. നിങ്ങളുടെ അമ്മേനോടും അച്ഛനോടൊക്കെ ചോദിച്ചാൽ മതി. നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു പോയത് അല്ലേ? നമ്മൾ 1ാം ക്ലാസ്സിലെ മക്കളുടെയൊക്കെ പ്രവേശനോത്സവം കണ്ടാൽ മതി, അപ്പം മനസ്സിലാവും. കുറേ ആൾക്കാർ കരയുന്നുണ്ടാവും, കുറേ ആൾക്കാർ ജനലിലൂടെ കൈയിട്ട് അച്ഛനെയും അമ്മനെയൊക്കെ വിളിക്കുന്നുണ്ടാകും അല്ലേ? കുറച്ച് ആൾക്കാർ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവും, കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചുറ്റും നോക്കിയിരിക്കുന്നുണ്ടാവും. എങ്ങനെയായിരുന്നു നിങ്ങളുടേത്? മീനിങ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ നിയോഗിക്കപ്പെടാം. അപ്പോൾ ഈ കുട്ടീനെ ഇപ്പോൾ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ്. അങ്ങനെ ഓടിക്കളഞ്ഞോ? മിസ്സ് ഓടിക്കളഞ്ഞു. മിസ്സിന് ആദ്യം നഴ്സറിയിൽ പോയിട്ട് മിസ്സ് അവിടെ ഇരുന്നതേ ഉള്ളൂ. ഞാൻ വേഗം, നഴ്സറി എൻ്റെ വീട്ടിനടുത്തായിരുന്നു, ഞാനൊരു മടിച്ചിയായിരുന്നു, ഞാൻ വേഗം വീട്ടിലേക്ക് ഓടി. പിന്നെ ഞാൻ എന്താക്കിയെന്നറിയോ? കട്ടിലിനടിയിൽ പോയി ഒളിച്ചിരുന്നു.
അപ്പോൾ ആർക്കും എന്നെ പിടിച്ചു വലിക്കാൻ കഴിയില്ലല്ലോ. കട്ടിലിനടിയിൽ പോയി ഒളിച്ചിരുന്നു അംഗനവാടിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ പാരൻസ്. 1, 2, 3, 4 കൊണ്ടുപോകാൻ ഭയങ്കര മടിച്ചായിരുന്നു. നിങ്ങളോ? ഹാപ്പി ആയിരുന്നു? നല്ല അല്ലേ? ഹാപ്പി ആയിട്ടുള്ള സ്കൂളിൽ പോകുമ്പോൾ അമ്മമാർക്കൊക്കെ ഒരു സന്തോഷമായിരിക്കും. നമ്മളിങ്ങനെ കരഞ്ഞു പോകുമ്പോൾ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ അല്ലേ. മിസ്സിനെ പോലെ കരഞ്ഞ് ഓടി ഒളിച്ച ആൾക്കാരാരൊക്കെയാ? കരഞ്ഞ് ഞാൻ എൻ്റെ അമ്മയുടെ കഴുത്തൊക്കെ പിടിച്ച് വലിച്ചിട്ടൊക്കെയായിരുന്നു പോയത് അല്ലേ. അപ്പോൾ അതേ നമ്മളെ പോലെയാണ് ബബ്ലു. എന്താണ്, ഞാൻ സ്കൂളിലേക്ക് പോകാമെന്ന എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. പുതിയ ഡ്രസ്സൊക്കെ ഉണ്ട്, അതിൽ സന്തോഷമുണ്ട്. പക്ഷേ വിരുന്ന് പോവുമല്ലോ, സ്കൂളിൽ പോവല്ലേ, അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബബ്ലു പോകുന്നത്. ഓക്കെ, മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അസ്. അപ്പോൾ എന്താണ്, ഞാനും അച്ഛനും കൂടി ഇങ്ങനെ പോകുമ്പോൾ അമ്മ ഇങ്ങനെ വിൻഡോൻ്റെ അടുത്ത് നിന്നിട്ട് ഞങ്ങളെ നോക്കുന്നുണ്ട്. And I would turn toward her from time to time, appealing for help. ഞാൻ എന്താ ചെയ്യുക? അമ്മേനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുക, അമ്മ എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ട, അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ആ ദയനീയമായ നോട്ടം ആര് നോക്കുന്നുണ്ട്? നമ്മുടെ ബബ്ലു അമ്മനെ നോക്കുന്നുണ്ട്. We walked along street lined with gardens. അപ്പം ഞങ്ങളിങ്ങനെ തെരുവിലൂടെ നടന്നു പോവാണ്. ആരാ ഞങ്ങൾ? ഞാനും അച്ഛനും. ബബ്ലുവിൻ്റെ അച്ഛനും കൂടെ തെരുവെന്ന് പറഞ്ഞാൽ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ ആ സ്ട്രീറ്റിൻ്റെ 2 വശത്തും എന്താ, നല്ല ഭംഗിയുള്ള പൂന്തോട്ടം, നല്ല ഭംഗിയുള്ള ഗാർഡനാണ്. അയ്യോടാ, കരഞ്ഞില്ല, പക്ഷെ ഫുഡ് കഴിക്കാൻ മടിയായതുകൊണ്ട് ലഞ്ച് ബ്രേക്കിനാണ് കരയാറ്. സ്കൂളിൽ പോകണ അവസ്ഥ ആലോചിക്കാനേ വയ്യ അല്ലേ. അതെ, വണ്ടിയിൽ ഓട്ടോറിക്ഷയിലായിരുന്നു മിസ്സിനെ കൊണ്ടുവരുന്നത്. ഓട്ടോറിക്ഷയിൽ മിസ്സിൻ്റെ അമ്മയുടെ മാലയൊക്കെ പിടിച്ച് വലിക്കുമായിരുന്നു, ആ കഴുത്തൊന്നും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. വൻ സീനായിരുന്നു. ഓക്കെ, ഓൺ ബോത്ത് സൈഡ്സ് വെയർ എക്സ്റ്റെൻസീവ് ഫീൽഡ്. അല്ലേ, ഞങ്ങൾ നടക്കുന്ന തെരുവിൻ്റെ 2 സൈഡിലും എന്താണ്, നല്ല പാടങ്ങളാണ്. ഓക്കെ, പാടത്ത് എന്താ ഉള്ളത്? നല്ല വിളകളുണ്ട്. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വിളകളാണ് കേട്ടോ. ക്രോപ്സ് ഉണ്ട്, പ്രിക്ലി പിയേഴ്സ് ഉണ്ട്. പ്രിക്ലി പിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ മക്കളെ, കള്ളിമുൾ ചെടിയാണ് പ്രിക്ലി പിയർ. ഇതാണ് പ്രിക്ലി പിയർ കാക്ടസ്, കള്ളിമുൾ ചെടി. പിന്നെ എന്താ ഉള്ളത്? ഹെന്ന ട്രീസ് എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ചെടി. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മൈലാഞ്ചി ചെടി ഉണ്ട്. പിന്നെയോ ഡേറ്റ് പാംസ്, നമ്മളുടെ ഈന്തപ്പനകളുണ്ട്. ഓക്കെ, ഈന്തപ്പനകളൊക്കെ ഉണ്ട്. ഇതൊക്കെയുള്ള ഇതിന് ചുറ്റുവശത്ത് ഇങ്ങനെ ഗാർഡനും ഈന്തപ്പന തോട്ടങ്ങളും പിന്നെ നമ്മുടെ മൈലാഞ്ചി ചെടിയും പിന്നെ നമ്മുടെ പ്രിക്ലി പിയേഴ്സ് ഒക്കെയുള്ള ഗാർഡൻ്റെ നടുവിലൂടെയാണ് ഞാനും അച്ഛനും എന്ത് ചെയ്യുന്നത്, നടന്നു പോകുന്നത്. ഓക്കെ, അപ്പോഴെന്താ സംഭവിച്ചേ? വൈ സ്കൂൾ? ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ അച്ഛനും അമ്മനെ എല്ലാം ദയനീയമായി നോക്കുന്നുണ്ട്, ആരും എന്നോട് പറയുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ ചോദിച്ചു, ഐ ചാലഞ്ച് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ അച്ഛനോട് തുറന്നു ചോദിച്ചു, എന്തിനാ ഇപ്പം സ്കൂളിൽ പോകുന്നേ? ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. ഞാൻ നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല. അനോയ് യു എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കുക, വെറുപ്പിക്കുക, അങ്ങനത്തതൊന്നും ഞാൻ ചെയ്യില്ല. ഓക്കെ, ഞാൻ ചെയ്തിട്ടും ഇല്ല, ഇനി ചെയ്യുമില്ല. പിന്നെ എന്തിനാ ഇപ്പം സ്കൂളിൽ പോകുന്നേ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ. നമ്മളെല്ലാവരും എത്ര പ്രാവശ്യം നമ്മൾ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ? യെസ് അൻസഫ്, നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എന്തിനാ അമ്മ എന്നെ സ്കൂളിൽ കൊണ്ടുപോകണം? ഞാൻ നല്ല കുട്ടിയായിരുന്നല്ലേ. ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ഇങ്ങനെ തൊഴുത് കരയുന്ന കണ്ടിട്ടുണ്ട്, അമ്മ പ്ലീസ് അമ്മ എന്നെ സ്കൂളിൽ കൊണ്ടുപോകല്ലേ. അങ്ങനെ കരഞ്ഞിട്ടുണ്ടോ? എനിക്കിത് നല്ലതായിട്ട് എന്താ പറയുക ഫീൽ ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര സങ്കടം, എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. സ്കൂൾ എനിക്ക് എന്നൊരു പേടി സ്വപ്നമായിരുന്നു. എനിക്ക് എല്ലാ ക്ലാസ്സിലും സ്കൂൾ പേടിയായിരുന്നു. എന്താ ചെയ്യാല്ലേ? ഓക്കെ, ഐ എം നോട്ട് പണിഷിങ് യു. അപ്പോൾ കൊച്ചിങ്ങനെ കരഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ ചോദിക്കുക, എന്നെ എന്തിനാ ഇങ്ങനെ അവിടെ കൊണ്ടുപോകണം, ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കലില്ലല്ലോ. അപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയാം, ഐ എം നോട്ട് പണിഷിങ് യു. ഞാൻ നിനക്ക് ശിക്ഷ തരികയല്ല. ഞാൻ നിനക്ക് അങ്ങനെ തരുമോ, നിനക്ക് തോന്നുന്നുണ്ടോ? ഹി സെഡ് ലാഫിങ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് പണിഷ്മെൻ്റ് ഒന്നും തരികയല്ല. സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെൻറ്റ്. സ്കൂൾ എന്തല്ല, ഒരു ശിക്ഷയല്ല. പക്ഷേ ഞാൻ കുഞ്ഞാവുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയും, ഇനി വികൃതി അയച്ചാൽ സ്കൂളിൽ കൊണ്ടാക്കുമെന്ന്. അപ്പം ഞാൻ എന്താ വിചാരിച്ചത്, സ്കൂൾ പണിഷ്മെൻ്റാണെന്നാണ് കരുതിയത്. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്, ഐ എം നോട്ട് പണിഷിങ് യു. അച്ഛൻ പറയാ, ഞാൻ നിനക്ക് ശിക്ഷ തരികയല്ല. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. സ്കൂൾ എന്തല്ല, പണിഷ്മെൻ്റ് അല്ല. ഇറ്റ് ഈസ് ദ ഫാക്ടറി. അതൊരു ഫാക്ടറിയാണ്. ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. കുട്ടികളിൽ നിന്ന് നല്ല ഉപകാരികളായ മനുഷ്യന്മാരെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾ എന്നാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്
നിനക്ക് വലിയ കുട്ടി ആവണ്ടേ അല്ലേ? നമ്മളോടൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് വലുതാവണ്ടേ, നല്ല കുട്ടി ആവണ്ടേ? അതേപോലെ അച്ഛൻ ബബ്ലുവിനോട് ചോദിക്കുക, ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വലിയ കുട്ടി ആവണ്ടേ? ഓക്കെ, അപ്പൊ ബബ്ലു എന്താ പറയുന്നത്? ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. നമ്മുടെ ബബ്ലുവിൻ്റെ അച്ഛൻ ഒരു കൺവിൻസിങ് സ്റ്റാർ ആണ്. ബബ്ലുവിൻ്റെ അച്ഛൻ പറയാ, നിനക്ക് വലിയ കുട്ടിയാവണം, നിനക്ക് ഉപകാരിയായ മനുഷ്യനാവണം, നല്ല ആളാവണ്ടേ എന്നൊക്കെ പറഞ്ഞ് ബബ്ലുവിൻ്റെ അച്ഛൻ കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ബബ്ലു പറയാ, ഞാൻ ഇതൊന്നിലും കൺവിൻസ്ഡ് ആയിട്ടില്ല. ഓക്കെ, ഐ ഡിഡ് നോട്ട് ബിലീവ് there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. ഒരു വലിയ സെൻറ്റൻസാ, പക്ഷെ നമുക്ക് കുഞ്ഞു കുഞ്ഞാക്കാം. ബബ്ലു എന്താ പറയുന്നത്? ഈ കാര്യങ്ങളൊന്നും കേട്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, ഞാൻ കൺവിൻസ്ഡ് ആയിട്ടില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല അവിടെ ഇത്രമാത്രം വലിയ എന്തോ സാധനമുണ്ട്. എന്നെ വീട്ടിൽ നിന്ന്, വീട്ടിൻ്റെ ആ ഒരു, നമ്മൾക്ക് ഹോം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു അടുപ്പാണ്, ഒരു ഇൻറ്റിമസിയാണ് അല്ലേ? അപ്പോൾ വീടിൻ്റെ ഈ ഒരു അടുപ്പവും അതിൽ നിന്നെല്ലാം എന്നെ പിഴുതെറിഞ്ഞ്, അല്ലെ എന്നെ കീറി മുറിച്ചെന്നല്ല, ടയറിംഗ് എന്ന് പറഞ്ഞാൽ കീറി മുറിക്കുക എന്നാണ്. എന്നെ അവിടുന്ന് പിഴുത് മാറ്റി ഒരു ബിൽഡിങ്ങിൽ കൊണ്ടുപോയി ഇടാൻ മാത്രം ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇത്ര വലിയ കാര്യങ്ങളുണ്ടെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ബബ്ലു പറയുന്നത്. എന്തിനാണ് കുഞ്ഞെ ഇങ്ങനെ സ്പാം ചെയ്യുന്നത്? നവീൻ ഒന്ന് സ്പാം നിർത്തുവോ? ശ്രീനന്ദൻ ഒന്ന് സ്പാം നിർത്തുവോ? ഒന്നിങ്ങനെ റിപ്പീറ്റഡ് മെസ്സേജ് അയക്കാതിരിക്കുമോ? ഓക്കെ ഓക്കെ, അപ്പോൾ ബബ്ലു എന്താ പറഞ്ഞത്? ഐ ഡിഡ് നോട്ട് ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നില്ല. there was really good any good to be had there was really any good to be had in tearing me away. എന്നെ എൻ്റെ വീടിൻ്റെ അടുപ്പം, എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പിഴുതെറിഞ്ഞ് കൊണ്ടുപോയിടാൻ മാത്രം നല്ല സ്ഥലമാണ് സ്കൂൾ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനിയോ? ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ്, ഒരു വലിയ ഹൈ വാൾഡ്, നല്ല ഉയരത്തിലുള്ള മതിലുകളുള്ള ഒരു കോട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ബബ്ലുവിന് എന്താണ്? ബബ്ലുവിന് സ്കൂളെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ വലിയ മതിലുകളുള്ള ഒരു വലിയ കോട്ട പോലെയാണ് തോന്നുന്നത്. അത് ഭയങ്കര സ്റ്റേൺ ആൻഡ് ഗ്രിം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനം, നല്ല സ്ട്രോങ് ആൻഡ് ടഫായിട്ടുള്ള ഒരു കോട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവിടെ ഒരു അടുപ്പവും തോന്നുന്നില്ല, അച്ഛൻ എന്ത് പറഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല എന്നാണ് നമ്മളുടെ ബബ്ലു പറയുന്നത്. മിസ് മുടി വെട്ടി എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? മിസ്സാണോ കൺവിൻസിങ് സ്റ്റാർ? നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണയല്ലേ, ഇവിടെ ബബ്ലുവിൻ്റെ അച്ഛനാണ്. ഓക്കെ, ഇനി വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ്, അച്ഛൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബബ്ലുവും അച്ഛനും എവിടെ എത്തി? നമ്മുടെ സ്കൂൾ ഗേറ്റിനടുത്ത് എത്തി. വി കുഡ് സീ ദ കോർട്ട്യാർഡ്. അപ്പോൾ സ്കൂളിൻ്റെ മുറ്റമൊക്കെ കണ്ടാണ്ടല്ലോ ഞാനിങ്ങനെ പൊട്ടിക്കരയുമായിരുന്നു. എനിക്ക് സ്കൂൾ അടുത്തെത്തുമ്പോൾ എനിക്ക് പേടിയാവുമായിരുന്നു, അങ്ങനെ ഒരു പേടിക്കുട്ടിയായിരുന്നു ഞാൻ. അങ്ങനെ അവർ സ്കൂൾ ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ വി കുഡ് സീ ദ കോർട്ട്യാർഡ്. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ വലിയ നടുമുറ്റം ഞങ്ങൾക്ക് കാണാം. വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ക്രാംഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ തിക്കി തിരക്കി അവിടെ ആരുണ്ട്? കുഞ്ഞു ബോയ്സും കുഞ്ഞു ഗേൾസും ഒക്കെ ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ അവിടെ ആ നടുമുറ്റത്ത് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഇനിയോ? ഗോ ഇൻ ബൈ യുവർ സെൽഫ്. അച്ഛൻ പറയാ, നീ ഒറ്റക്ക് തന്നെ അകത്ത് പോയിക്കോ. ഓക്കെ, സെഡ് മൈ ഫാദർ. ഓക്കെ, ആൻഡ് ജോയിൻ ദം. നീ അവരുടെ കൂടെ പോ, എന്നിട്ട് അവരുടെ കൂടെ കൂട്ടുകൂട് എന്നാണ് അച്ഛൻ പറയണത്. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. നീ ഇങ്ങനെ സങ്കടപ്പെട്ട മുഖത്തോടല്ല പോകേണ്ടത്. അവിടെയുള്ള കുട്ടികളെല്ലാവരും നിന്നെപ്പോലെ സങ്കടപ്പെട്ടായിരിക്കണേ. നീ എന്ത് ചെയ്യാ? നീ അവർക്കൊരു മാതൃകയാവാ, ചിരിച്ചോണ്ട് പോവാ. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. നീ അങ്ങനെ ആവില്ലേ? വോണ്ട് യു? ചോദിക്കാം, നീ അങ്ങനെ ആവില്ലേ? നീ നല്ല മോനല്ലേ? ഒരു ചിരിയൊക്കെ ചിരിച്ച് അവരുടെ കൂടെ പോയി കൂട്ടുകൂട് എന്നാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, റെഡി, ഡൺ. ഇനി നോക്കിക്കോ. ഐ ഹെസിറ്റേറ്റഡ്. അച്ഛൻ ഇത്രയും പറഞ്ഞിട്ട് ഞാനിങ്ങനെ മടിച്ച് നിൽക്കുകയാണ്, ഞാൻ പോവില്ല. അച്ഛൻ്റെ കൈയും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. അച്ഛൻ്റെ കൈയും തൂക്കി പിടിച്ചിരിക്കുകയാണ്. ബട്ട് ഹീ ജെന്റ്ലി പുഷ് മീ ഫ്രം ഹിം. അച്ഛൻ പതിയെ എന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മാറ്റി. എന്നിട്ടോ? ബി ബോൾഡ്. നീ നല്ല സ്ട്രോങ് ആവണം. ടുഡേ യു ട്രൂലി ബിഗിൻ യുവർ ലൈഫ്. ഇന്നാണ് നീ ശരിക്കും നിൻ്റെ ജീവിതം തുടങ്ങാൻ വേണ്ടി പോകുന്നത്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. സ്കൂൾ വിടാറാവുമ്പോൾ നീ എന്നെ ഇവിടെ കാണും. ഇപ്പം നീ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പൊക്കോ എന്നാണ് അച്ഛൻ പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? നമ്മുടെ ബബ്ലു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് എന്താ? നീ അവരുടെ കൂടെ പോയി കൂട്ടുകൂട്, നീ ചിരിച്ചോണ്ട് പോ, സ്കൂൾ വിടാറാവുമ്പോൾ നിനക്ക് എന്നെ ഇവിടെ കാണാം. ഇത്രയും ക്ലിയർ ആണോ? യെസ് ശ്രീഷ്മ. ഓക്കെ,
അങ്ങനെ നമ്മളുടെ ബബ്ലുവിന് ഇനി വേറെ ഒരു നിവർത്തിയില്ല. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ്, 2 സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെച്ചു. ദെൻ സ്റ്റോപ്ഡ്, അവിടെ നിന്നു അല്ലേ. ഇങ്ങനെ ബബ്ലു വരികയാണ്, 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് അവിടെ നിന്നു. ആൻഡ് ലുക്ക്ഡ്, ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കി. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ബട്ട് സോ നത്തിങ് അല്ലേ. 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. Then the faces of boys and girls came into view. അപ്പോഴാണ് ആരെ കാണുന്നേ? മുന്നിൽ നിൽക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാവരെയും കാണുന്നത്. I did not know a single one of them. അല്ലെ, ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് ബബ്ലു. ബബ്ലുവിന് ആരും അറിയില്ല. അവിടെ കുറേ ബോയ്സും കുറേ ഗേൾസും ഉണ്ട്, എനിക്കൊരൊറ്റ ഒരാളെ പോലും അറിയില്ല. None of them knew me. ആർക്കും എന്നെ അറിയില്ല. നല്ല കളി അല്ലേ അല്ലേ. ആർക്കും എന്നെ അറിയില്ല, എനിക്കാരെയും അറിയില്ല. അപ്പോൾ ഒന്നും പേടിക്കാനില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ. സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ ആരാ? അപരിചിതൻ. എനിക്ക് എന്നെ ഒരു അപരിചിതനായിട്ടാണ് തോന്നുന്നത്. ഹൂ ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. വഴി നഷ്ടപ്പെട്ട, സ്ഥലമൊന്നും മനസ്സിലാവാത്ത ഒരു അപരിചിതനെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നോട്ടം. നമ്മളിങ്ങനെ ഇടം കണ്ടിട്ടൊക്കെ നോക്കില്ലേ, അതാരാ അവിടെ ഇങ്ങനെ ഇടം കണ്ടിട്ടൊക്കെ നോക്കില്ലേ, അതിനെയാണ് ഗ്ലാൻസസ് എന്ന് പറയാം. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി, ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ആകാംക്ഷ, ജിജ്ഞാസ എന്നൊക്കെ പറയും. ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വെയർ ഡയറക്റ്റഡ് ടുവേർഡ്സ് മീ. പക്ഷെ ചില നോട്ടങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ. ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ്. അപ്പോൾ ഒരു ആൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. ഹൂ ബ്രോട്ട് യു? നിന്നെ ആരെവിടെ കൊണ്ടുവന്നേ? അച്ഛൻ ഗേറ്റിൻ്റെ അടുത്താക്കി പോയി. അപ്പോൾ ബബ്ലു ഇങ്ങനെ മുറ്റത്ത് ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പോൾ ഒരു ആൺകുട്ടി അടുത്ത് വന്നിട്ട് ചോദിക്കുക, നിന്നെ ആരെവിടെ കൊണ്ടുവന്നേ? മൈ ഫാദർ, ഹി വിസ്പേർഡ്. അല്ലേ, വിസ്പർ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ മന്ത്രിക്കുക. എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു. മൈ ഫാദർ ഇസ് ഡെഡ്, ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അല്ലേ. ബബ്ലുവിനെ അപ്രോച്ച് ചെയ്ത കുട്ടി എന്താ ചോദിച്ചത്? നിന്നെ ആരെവിടെ കൊണ്ടുവന്നാക്കിയേ? അപ്പോൾ ബബ്ലു പറഞ്ഞു, എൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അല്ലേ. അപ്പോൾ ബബ്ലു ആകെ സ്റ്റക്കായി. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. എന്ത് പറയണമെന്നറിയാതെ ഞാൻ സ്റ്റക്കായി. ബബ്ലു ആകെ സങ്കടപ്പെടുത്ത് ഇഷ്ടമില്ലാണ്ട് സ്കൂളിൽ വന്ന് അച്ഛനാണെങ്കിൽ ബബ്ലുവിനെ ഗേറ്റിൻ്റെ അടുത്താക്കി പോവുകയും ചെയ്തു. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ബബ്ലു എന്തു പറയും? ആകെ സങ്കടത്തിൽ വന്ന് ഒന്നും കൂടെ സങ്കടമായി. ഓക്കെ. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്. അങ്ങനെ എല്ലാവരും വന്നപ്പോൾ ഗേറ്റ് അടച്ചു, സ്കൂൾ ഗേറ്റ് അടച്ചു. ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. പിറ്റിയബിൾ സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മലയാളം ദയനീയ രോദനം എന്നൊക്കെയാണ്. പക്ഷെ ഗേറ്റ് കരയൂലല്ലോ. ഗേറ്റ് ഒരു പിറ്റിയബിൾ സ്ക്രീച്ച് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കീന്ന് പറഞ്ഞൊരു സൗണ്ടിൽ ഗേറ്റ് അടഞ്ഞു, ഒരു ക്രാക്കിംഗ് സൗണ്ട്. സം ഓഫ് ദ ചിൽഡ്രൻ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ഗേറ്റ് അടഞ്ഞപ്പോഴേക്ക് കുറേ കുട്ടികൾ കരയാൻ തുടങ്ങി. ദ ബെൽ റാങ്. ബെല്ലടച്ചു. ബെല്ലടിച്ചപ്പോൾ എന്താണ്? എ ലേഡി കെയിം അലോങ്. ബെല്ലടിച്ചതും ഒരു സ്ത്രീ വന്നു. ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. അവരുടെ ചുറ്റും കുറേ ആണുങ്ങളും ഉണ്ടായിരുന്നു. ദ മെൻ ബിഗാൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ്. അപ്പോൾ ആ ആണുങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളെങ്ങനെ ഗ്രൂപ്പ് ആക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഡിവിഷൻ മാറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ LKG വേറെ, UKG വേറെ, 1ാം ക്ലാസ് വേറെ, അങ്ങനെ കുട്ടികളെ ഗ്രൂപ്പ് ആക്കാൻ തുടങ്ങി. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്രൂപ്പ് ആക്കുക, തരംതിരിക്കുക. ഓക്കെ. ദെൻ ദിസ് ഇസ് യുവർ ന്യൂ ഹോം. അപ്പോൾ ആ ലേഡി പറയാ, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. സെഡ് ദ വിമൻ. ഹിയർ ടു ദെയർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ചിലപ്പോൾ ടീച്ചേഴ്സിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഇവിടെ നിങ്ങൾക്ക് എന്താണ്? അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. ഞങ്ങളെയൊക്കെ നിങ്ങൾ അമ്മമാരായിട്ട് കണ്ടോ, ഈ ചേട്ടന്മാരെയൊക്കെ നിങ്ങൾ അച്ഛന്മാരായി കണ്ടോ എന്നാണ് ആ ലേഡി പറയുന്നത്. ഹിയർ ദർ ഇസ് എവറിത്തിങ്. ഇവിടെ എല്ലാം ഉണ്ട്. ദാറ്റ് ഈസ് എൻജോയബിൾ. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇവിടെ ഉണ്ട്. ആൻഡ് ബെനിഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. നിങ്ങളുടെ അറിവിനും നിങ്ങളുടെ ജീവിതത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്, നിങ്ങളുടെ ലൈഫിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, നിങ്ങളുടെ അറിവ് കൂട്ടാനുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക, അങ്ങനെ ഗ്രൂപ്പ് ആക്കുക, സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. എന്താ പറയുന്നത്? നിങ്ങൾ കണ്ണുനീരൊക്കെ തുടക്ക്. കണ്ണുനീര് ഡ്രൈ ആക്കാന്ന് പറഞ്ഞാൽ കണ്ണുണക്കാനല്ല, കണ്ണുനീരൊക്കെ തുടക്ക് അല്ലേ. ഇനി കണ്ണീരൊന്നും വേണ്ട. പിന്നെയോ ഫേസ് യുവർ ലൈഫ് ജോയ്ഫുള്ളി. നിങ്ങളുടെ ജീവിതത്തിനെ സന്തോഷത്തോടെ ഫേസ് ചെയ്യുക. നിങ്ങളങ്ങനെ ചെയ്യില്ലേ? വോണ്ട് യു? നിങ്ങളങ്ങനെ ചെയ്യില്ലേ? ഇതേപോലെ നിങ്ങളെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, മക്കളെ കരയല്ലേ, നിങ്ങൾ അച്ഛനും അമ്മയും വൈകിട്ട് വരും, ഇപ്പം നമുക്ക് പഠിക്കാം, ഇപ്പം നമുക്ക് കളിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? റെഡി? ഓക്കെ. അങ്ങനെ നമ്മുടെ ടീച്ചർ കുട്ടികളോട് പറയാണ്. അപ്പം ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ല.
കുട്ടികളുടെ ഗേറ്റ് അടിച്ചു, അവരെല്ലാവരെയും സ്കൂളിൽ ക്ലാസ് റൂമിൽ എത്തിച്ചു. വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്, ഞങ്ങൾക്ക് ആ സത്യം അംഗീകരിക്കാതെ ഇനി വഴിയില്ല. ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടെയ്ൻമെൻറ്റ്. കണ്ടെയ്ൻമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംതൃപ്തി, ഒരു സന്തോഷം. അതായത് ഇനി നമുക്ക് വേറെ വഴിയില്ല, ഇനി നമ്മൾ കരഞ്ഞിരുന്നാൽ നമ്മുടെ കരച്ചിൽ കേൾക്കാൻ ആരും വരില്ല, ഇനി നമ്മുടെ അച്ഛനും അമ്മയും വൈകുന്നേരം വരുള്ളൂ. ആ ഒരു ഫാക്ട്, ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമൊക്കെ തോന്നി, ഇനി വേറെ വഴിയൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ലിവിങ് ബീങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീങ്സ്. ജീവനുള്ള ആൾക്കാർ എപ്പോഴും എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്യും. നമുക്കിങ്ങനെ വെറുതെ കുറേ നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലേ? നമ്മളൊരാളെ കാണുമ്പോൾ നമ്മളിപ്പം വേറെ ഏത് സ്ഥലത്തൊക്കെയാണ് നമ്മൾ എത്തിയെങ്കിൽ നമ്മളിങ്ങനെ എല്ലാവരെയും നോക്കും, മലയാളിയാ, ആ മലയാളിയാ, അപ്പം നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ജീവനുള്ള ആൾക്കാർ എപ്പോഴും എങ്ങനെയാണ് മറ്റുള്ളവരായിട്ട് ഇങ്ങനെ ഇൻ്ററാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആണോ? മിസ്സിനെ പോലെ ആയിരുന്നോ സ്കൂളിൽ പോയത്? യെസ്, മുഹമ്മദ് ആസിഫ്. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൂമെൻറ്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ്. അങ്ങനെ ഫസ്റ്റ് ഞാൻ സ്കൂളിൽ പോയി ആദ്യമായിട്ട് എൻ്റെ ഹൃദയം ഫ്രണ്ട്സിനെ ഉണ്ടാക്കി അല്ലേ? നമ്മൾ എപ്പോഴും ആയാലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളൊരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ്സിൽ പോയാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ സെയിം വൈബിലുള്ള കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കും അല്ലേ? എവിടെ പോയാലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, നമ്മളുടെ ഒരേപോലത്തെ ചിന്തിക്കുന്നവർ, നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരായിരിക്കും നമ്മളുടെ ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ നമ്മുടെ ബബ്ലു എന്താ പറയുന്നത്, അവിടെ പോയ അപ്പം തന്നെ ആരാണോ എൻ്റെ ഫ്രണ്ട്സ് ആവേണ്ടത് അവരെൻ്റെ ഫ്രണ്ട്സായി. എന്താ പറയുന്നേ? ഐ മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വേ ടു ബി മൈ ഫ്രണ്ട്സ്. ആരാണോ എൻ്റെ ഫ്രണ്ട്സ് ആവേണ്ടിയിരുന്നത്, നമ്മുടെ അതേ വൈബുള്ള ആൾക്കാർ, അവരെൻ്റെ ഫ്രണ്ട്സായി, അല്ലെങ്കിൽ ഞാൻ അവരെ എൻ്റെ ഫ്രണ്ട്സ് ആക്കി. ഓക്കെ, ഇനിയോ ആൻഡ് ഫെൽ ഇൻ ലവ്. ബബ്ലു ഇത്ര പ്രായ, കുഞ്ഞു പ്രായ. fell in love with such girls as I was to be in love with. ഞാൻ ആരെയാണോ സ്നേഹിക്കേണ്ടത് ഞാൻ അവരുമായിട്ട് ഇഷ്ടത്തിലായി, എനിക്ക് കുറേ പെൺകുട്ടികളെ ഇഷ്ടമാവുകയും ചെയ്തു. ഓക്കെ, then it seemed to me my misgivings എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ had no basis. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ പേടിച്ചതുപോലെയൊന്നും അല്ല സ്കൂള് അല്ലേ. ഞാൻ എങ്ങനെയാണ് സ്കൂള് പേടിച്ചത്? വലിയ കോട്ടയാണ് അല്ലേ, വലിയ മതിലുള്ള ഏതോ സ്ഥലമാണ്. പക്ഷെ സ്കൂളിലെത്തിയപ്പോൾ അത്രയും പേടിക്കാനൊന്നുമില്ല അല്ലേ. നല്ല ബോയ്സ് ഉണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഗേൾസ് ഉണ്ട് അല്ലേ. ഞാൻ പേടിച്ച അത്രയും ഒന്നും ഇല്ല എന്നെനിക്ക് മനസ്സിലായി. ഓക്കെ, ആ ബബ്ലു കൊള്ളാം അല്ലേ ആള്. റെഡി. I had never imagined school would have this rich variety. ഞാൻ തീരെ വിചാരിച്ചില്ല. ബബ്ലു എന്താ വിചാരിച്ചേ? വലിയ മരമുള്ള ജയിൽ പോലെയാണ് സ്കൂള്, വലിയ മതിലൊക്കെയുള്ള ജയിൽ പോലെയാണ് സ്കൂൾ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞാൻ പേടിച്ചത്രയില്ല. I had never imagined, ഞാൻ ചിന്തിച്ചു പോലുമില്ല, സ്കൂൾ would have this much variety. സ്കൂളിന് ഇത്രയും വൈവിധ്യം ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല. We played all sorts of games. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള കളിയും കളിച്ചു. സ്വിങ്സ്, ഊഞ്ഞാലാടി. വോൾട്ടിംഗ് ഹോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്ന കുതിരയില്ലേ, ഇതാണ് വോൾട്ടിംഗ് ഹോസ്. ഞങ്ങൾ കുതിരമേലിരുന്ന് കളിച്ചു. ബോൾ ഗെയിംസ്, ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ചു. പിന്നെയോ ബോൾ ഗെയിംസ് ഒക്കെ കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം, ഞങ്ങൾ പാട്ട് ക്ലാസ്സിലൊക്കെ പോയി. മ്യൂസിക് റൂമിൽ പോയിട്ട് വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്, ഞങ്ങൾ ആദ്യത്തെ പാട്ട് പാടി. We also had our first introduction to language. ഭാഷ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത്. We saw a globe of the earth. ഞങ്ങൾ ഭൂമിയുടെ ഒരു ഗ്ലോബ് കണ്ടു. ആ ഗ്ലോബിൻ്റെ അകത്ത് പല രാജ്യങ്ങൾ കണ്ടു, പല കോണ്ടിനെൻറ്റ്സ് കണ്ടു. ഓക്കെ, വിച്ച് റിവോൾഡ്, അതിങ്ങനെ ഉരുട്ടി നോക്കിയപ്പോൾ ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെൻറ്റ്സ്, ഭൂഖണ്ഡങ്ങൾ കണ്ടു. പിന്നെയോ കൺട്രീസ് കണ്ടു, രാജ്യങ്ങൾ കണ്ടു. We started learning the numbers. ഞങ്ങൾ നമ്പേഴ്സ് പഠിക്കാൻ തുടങ്ങി. എന്തൊക്കെ ചെയ്തു? കുറച്ച് നേരേ ആയിട്ടുള്ളൂ. We ate delicious food. നല്ല സ്വാദുള്ള ഭക്ഷണം കഴിച്ചു. Took a little nap. നാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഉറങ്ങുന്നതിനെയാണ് നാപ്പ് എന്ന് പറയാം. ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി. അതാണ് മിസ് പറഞ്ഞത്. ചിലപ്പോൾ ഇത് LKG അല്ലേ അംഗനവാടി ആയിരിക്കും. LKG അല്ലേ അംഗനവാടിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ഉറക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു? കുറച്ച് നേരം ഉറങ്ങി. ആൻഡ് woke up to go on with friendship and love, play and learning. ഉറങ്ങി എണീറ്റപ്പോൾ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കളിച്ചു, പഠിച്ചു, എല്ലാം ചെയ്തു. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും റെഡിയാണോ? ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആസ് ആ പാത്ത് റിവീൽഡ് ഇറ്റ് സെൽഫ് ടു അസ്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളിനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ വഴി ഞങ്ങൾക്ക് മനസ്സിലായി. However, we did not find it as totally sweet and unclouded.
എന്താ പറയണേ? അപ്പം ഇത്രയും നേരം നമ്മൾ ഫുൾ സന്തോഷങ്ങളാണ് കണ്ടത് അല്ലേ? ഫ്രണ്ട്ഷിപ്പ് കിട്ടി, ലവിനെ കിട്ടി, പിന്നെ കളിച്ചു, കുതിര വെച്ച് ഓടിച്ചു കളിച്ചു, പിന്നെ ബോൾ ഗെയിംസ് കളിച്ചു, പാട്ട് പാടി, നമ്പേഴ്സ് പഠിച്ചു, ഫുഡ് കഴിച്ചു, ഉറങ്ങി. പക്ഷേ എന്താണ് പക്ഷേ എന്താണ്? ഇത് അത്ര കംപ്ലീറ്റ്ലി ഹാപ്പിനെസ് അല്ല, കംപ്ലീറ്റ്ലി മധുരമല്ല. ആൻഡ് അൺക്ലൗഡഡ് എന്ന് പറഞ്ഞാൽ, ക്ലൗഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? മേഘാവൃതമായത്, മേഘം മൂടിക്കിടക്കുന്നത്. അൺക്ലൗഡഡ് എന്ന് പറഞ്ഞാൽ മേഘമില്ലാത്ത ക്ലിയർ സ്കൈ. പക്ഷേ നോട്ട് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ്, ഫുള്ളി ക്ലിയർ ആയിട്ടുള്ള ഭയങ്കര മധുരമുള്ള സ്ഥലം മാത്രമല്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഡസ്റ്റ് ലേഡൻ വിൻഡ്സ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ് കുഡ് ഹാപ്പൻ സഡൻലി. ഇതൊരു കാവ്യാത്മകമായ സെൻറ്റൻസ് ആണ്. ഡസ്റ്റ് ലേഡഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ പൊടിക്കാറ്റാണ്. പക്ഷെ അവിടെ പൊടിക്കാറ്റ് വീശിയെന്നല്ല അതിൻ്റെ അർത്ഥം. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്, പ്രതീക്ഷിക്കാതെ ചില സംഭവങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. എവിടെ? സ്കൂളിൻ്റെ അകത്താണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം സന്തോഷങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ബബ്ലു പറയാം, ഇവിടെ ഫുള്ള് സന്തോഷം മാത്രമല്ല, എന്തൊക്കെയോ ഇവിടെ മൂടിക്കിടക്കുന്നുണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് ബബ്ലു പറയുകയാണ്. ഓക്കെ, സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ. ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. ആൻഡ് ബി പേഷ്യൻറ്റ്, അല്ലേ? ക്ഷമയോടുകൂടി ശ്രദ്ധിച്ചിരുന്നാലേ ഈ ക്ലാസ് റൂമിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. ഫുള്ള് കളിയും തമാശയൊന്നും അല്ല, എന്തൊക്കെയോ ഉണ്ട്. എന്താണ്? റൈവൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രഡ് ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ്. റൈവൽറീസ് എന്ന് പറഞ്ഞാൽ മത്സരങ്ങൾ, തമ്മിൽ മത്സരങ്ങൾ നടക്കാറുണ്ട്. അതെന്താണ്? അത് വിഷമവും വെറുപ്പും ഒക്കെ ഉണ്ടാക്കും മറ്റുള്ളവർ തമ്മിൽ. എന്നിട്ട് അവസാനം അടിപിടി വരെ എത്താറുണ്ട്. പക്ഷേ മക്കളെ, ഈ അടിപിടികൾ നിങ്ങൾ ഒരിക്കലും ദേഹോപദ്രവങ്ങൾ ചെയ്തുകൊണ്ടുള്ള അടിപിടിയിലേക്ക് ദയവ് ചെയ്ത് പോകരുത്. ഓക്കെ, തമാശയൊക്കെയാണ്, പക്ഷെ എന്ത് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടുള്ള തമാശയോ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ഷഹബാസിൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള അടിപിടികളിൽ തുടങ്ങിയതാണ് ഒരു കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് എത്തിയത്. അപ്പോൾ അടിപിടികളൊന്നും മറ്റൊരാളുടെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ആരെയും പ്രൊവോക്ക് ചെയ്യാനും പോകണ്ട. ഓക്കെ, സമാധാനപരമായിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ബബ്ലു എന്താ പറയുന്നത്? റൈവാൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ. ചില മത്സരങ്ങൾ നമുക്ക് വിഷമമുണ്ടാക്കും, വെറുപ്പുണ്ടാക്കും, ആൻഡ് അവസാനം അടിപിടി വരെ എത്താറുണ്ട്. ഓക്കെ, ആൻഡ് വൈൽ ദ വിമൻ വുഡ് സംടൈംസ് സ്മൈൽ. ഏത് വിമൻ? നമ്മൾ നേരത്തെ സ്കൂളിൽ കയറ്റിയ ലേഡി ഇല്ലേ, അവർ ചില സമയത്ത് ചിരിക്കും. ഷീ വുഡ് ഓഫൺ സ്കോൾ ആൻഡ് സ്കോൾഡ്. ചില സമയത്ത് നമ്മളെ പുച്ഛിക്കും, ചില സമയത്ത് നമ്മളെ വഴക്ക് പറയും. ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി, ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഞങ്ങൾക്ക് ഫിസിക്കൽ പണിഷ്മെൻറ്റ് തരാറുണ്ട്. ഇതൊക്കെയാണ് ബബ്ലുവിൻ്റെ പ്രശ്നം. എപ്പോഴും സന്തോഷവും കളിയും ചിരിയും തമാശയും ഫുഡടിയും ഉറക്കമല്ല, അവിടെ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സുമായിട്ട് മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ചില സമയത്ത് വിഷമവും വെറുപ്പും അടിയും ഉണ്ടാക്കാറുണ്ട്. ആ ടീച്ചർ ഞങ്ങളെ ഇടയ്ക്ക് ഫിസിക്കൽ പണിഷ്മെൻറ്റ് വേദനിപ്പിക്കാറുണ്ട്, ശകാരിക്കാറുണ്ട്, പുച്ഛിക്കാറുണ്ട്, ചില സമയത്ത് ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ബബ്ലു എന്താ പറയണത്? ഈ സ്കൂൾ എപ്പോഴും ഫുള്ളി സന്തോഷമല്ല, അതിൻ്റെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഡൺ. ദ ബെൽ റാങ്. അങ്ങനെ ബെല്ലടിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ബെല്ലടിച്ചു. അനൗൺസിങ്, ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് എൻഡ് ഓഫ് ദ വർക്ക്. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞു, നമ്മുടെ ജനഗണമനയൊക്കെ പാടാറായി, എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാറായി എന്ന് പറഞ്ഞ് ബെല്ലടിച്ചു. ദ ത്രോങ്സ് ഓഫ് ചിൽഡ്രൻ. ത്രോങ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടമാണ് കേട്ടോ. ആ കുട്ടികളുടെ കൂട്ടം. ബെല്ലടിച്ചാൽ എല്ലാവരും ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടും. റഷ് ടുവേർഡ്സ് ദ ഗേറ്റ്. എല്ലാവരും കൂടി റഷ് ചെയ്യാണ് ഗേറ്റിൻ്റെ അടുത്തേക്ക്. വിച്ച് വാസ് ഓപ്പൺഡ് അഗെയിൻ. രാവിലെ അടച്ച ഗേറ്റ് ഇപ്പോഴാണ് തുറന്നത്. ഐ ബെയ്ഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്ട്സ് ആൻഡ് പാസ് ത്രൂ ദ ഗേറ്റ്സ്. അപ്പോൾ എന്താണ് ബെയ്ഡ് ഫെയർവെൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു ഫ്രണ്ട്സിനോടും സ്വീറ്റ് ഹാർട്ട്സിനോടും. കാരണം ബബ്ലുവിന് കുറച്ച് കുട്ടികളെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് സ്വീറ്റ് ഹാർട്ട്സ്, ബോയ്സ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ബോയ്സിനോട് സ്വീറ്റ് ഹാർട്ട്സിനോടൊക്കെ ബൈ, നമുക്ക് നാളെ കാണാമെന്നൊക്കെ പറഞ്ഞു. പാസ് ത്രൂ ദ ഗേറ്റ്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയി. എന്നിട്ടോ ഐ പിയേർഡ് അറൗണ്ട്. പിയേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉറ്റു നോക്കുകയാണ്. ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ. രാവിലെ പോകുമ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? സ്കൂൾ വിടുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവും. പക്ഷേ സ്കൂൾ വിട്ട് ഗേറ്റ് തുറന്നപ്പോൾ ബബ്ലുവിന് ആരെ കാണാനില്ല? അച്ഛനെ കാണാനില്ല. ഹൂ ഹാഡ് പ്രോമിസ് ടു ബി ദേർ. അച്ഛൻ പറഞ്ഞതാണല്ലോ ഇവിടെ നിൽക്കാന്ന്, പക്ഷേ അച്ഛനെ കാണാനില്ല. ഐ സ്റ്റെപ്ഡ് aside ടു വെയിറ്റ്. ഞാൻ ഗേറ്റ് കടന്ന് മുന്നോട്ടേക്ക് നിന്നു, അച്ഛനെ വെയിറ്റ് ചെയ്തു. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ്
time without avail. Avail എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബെനിഫിറ്റ്, ഗുണം, ഉപകാരം എന്നൊക്കെയാണ്. വിത്തൗട്ട് avail എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഇല്ലാണ്ട്, എനിക്ക് ഒരു ഉപകാരവും ഇല്ലാണ്ട്, എനിക്കൊരു ലാഭവും ഇല്ലാണ്ട് ഞാൻ കുറേ നേരം അച്ഛനെ വെയിറ്റ് ചെയ്തു. I decided to return home on my own. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ സമയം നഷ്ടപ്പെട്ടു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. After I had taken a few steps, കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയി. A middle-aged man passed by. അപ്പോൾ ബബ്ലു എത്രയാ? LKG കുട്ടിയാണ്. അപ്പോൾ ഒരു മധ്യവയസ്കൻ ബബ്ലുവിൻ്റെ മുന്നിൽ കൂടി പാസ് ചെയ്തു. And I realized at once that I knew him. ബബ്ലുവിന് ആരെ അറിയാം? ആ മധ്യവയസ്കനെ അറിയാം. He came towards me. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. Smiling and shook me by the hand. എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു. Saying, it's a long time since we last met. നമ്മൾ കണ്ടിട്ട് കുറേ ആയല്ലോ അല്ലേ? നിനക്ക് എങ്ങനെയാണ്? സുഖമാണോ? ഹൗ ആർ യു? വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ്, ഞാനിങ്ങനെ തലയാട്ടി. ഐ എഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ടേൺ ആസ്റ്റ്, ഞാൻ തിരിച്ചു ചോദിച്ചു. ആൻഡ് യു, ഹൗ ആർ യു? നിനക്ക് സുഖമാണോ? എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. ആ, എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ? രാവിലെ സ്കൂളിൽ പോയ കൊച്ചുകുട്ടി തിരിച്ചു വരുമ്പോൾ ഒരു വയസ്സായ ആൾ ചോദിക്കുകയാണ്, നിന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ എന്ന്. ബബ്ലുവിനാകെ 6 വയസ്സൊക്കെ ഉള്ളൂ, 5 വയസ്സൊക്കെ ഉള്ളൂ. ആ ബബ്ലുവിനോട് പറയാം, നിന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ എന്ന്. ഓക്കെ, ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്. നിനക്ക് കാണാമല്ലോ അത്ര സുഖമൊന്നുമില്ല. ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. ദൈവത്തിനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പം എന്താണ് സംഭവം? എഗെയിൻ, ഓൾമൈറ്റി എന്ന് പറഞ്ഞാൽ സർവശക്തൻ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. എഗെയിൻ ഹീ ഷൂക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെൻറ്റ് ഓഫ്. വീണ്ടും എനിക്ക് കൈ തന്നിട്ട് അയാൾ പോയി. I proceeded a few steps. ഞാൻ 2 സ്റ്റെപ്പും കൂടെ മുന്നോട്ട് വെച്ചു. Then came to a startled halt. Startled halt എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഞെട്ടി നിന്നു. അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, അച്ഛൻ വന്നില്ല, ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴി ഒരു മധ്യവയസ്കനെ കണ്ടു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ച് 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത് സ്റ്റക്കായി ഇങ്ങനെ നിന്നു. എന്തിനാ സ്റ്റക്കായത്? ഗുഡ് ലോർഡ്, എൻ്റെ ദൈവമേ, where was the street line with gardens? ഞാൻ രാവിലെ വരുമ്പോൾ ഈ തെരുവിന് 2 ചുറ്റും കുറേ പൂന്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ? അതൊന്നും കാണാനില്ല. Where had it disappeared to? അതൊക്കെ എവിടെയാണ് അപ്രത്യക്ഷമായത്? When did all these vehicles invade? അപ്പം ഞങ്ങൾ വന്ന ആ പൂന്തോട്ടത്തിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ ഫുൾ വാഹനങ്ങൾ. ഈ വാഹനങ്ങളൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് വന്നു? And when did all these hordes of humanity come to live upon its surface? ഇത്രയും കൂട്ടം, ഹോഡ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടം, ഇത്രയും കൂട്ടം മനുഷ്യന്മാരിപ്പോൾ എവിടെ നിന്ന് വന്നു? ഞങ്ങൾ വരുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. How did these hills of refuse come to cover its sides? Hills എന്ന് പറഞ്ഞാൽ ഒരു കൂന. ഓക്കെ, റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽ. ഇത്രയും വേസ്റ്റ് ഒക്കെ ഈ റോഡിൻ്റെ സൈഡിൽ എപ്പോഴാണ് വന്നത്? ആൻഡ് വേർ വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡേർഡ് ഇറ്റ്. ഞങ്ങളുടെ തെരുവിന് 2 വശത്തും പാടങ്ങളായിരുന്നു. ആ പാടങ്ങളൊന്നും കാണാനില്ല. ഞാൻ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ. ആ ഒരു തെരുവിൻ്റെ 2 വശത്തും നല്ല ഉയരത്തിലുള്ള ബിൽഡിങ്സ് ആണ്. The street surged with children. ആ ഒരു തെരുവ് നിറയെ ഇപ്പോൾ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് അല്ലേ, ആ ഒരു എയർ നിറയെ ഇങ്ങനെ ഭയങ്കരമായ നോയ്സ്, ശബ്ദം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. Then there was a band announcing the opening of circus. ദേ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ ബബ്ലു നേരത്തെ കടന്നു പോകുമ്പോൾ ഇതേപോലെയുള്ള ഒരു ശാന്തമായ തെരുവായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പം എന്താണ്? ഇപ്പം ബബ്ലു തിരിച്ചു വരുമ്പോൾ അതിങ്ങനെ വലിയ ബിൽഡിങ്സും അതിൻ്റെ സൈഡിലായിട്ട് വലിയ ബിൽഡിങ്ങുകൾ, നിറയെ എന്താണ് വാഹനങ്ങൾ. ഇവിടെ സൈഡിലൂടെ ഒരു സർക്കസിൻ്റെ ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടെ 2 കോമാളികൾ, ക്ലൗൺസ് ഇങ്ങനെ ബാൻഡ് അടിക്കുന്നുണ്ട്. ജിംനാസ്റ്റിക്സ് കളിക്കുന്ന ജിമ്മന്മാർ ആ ബാൻഡും പിടിച്ചൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ബബ്ലുവിനൊന്നും മനസ്സിലാവണില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്ക് ഓവർ. ഇപ്പോൾ വലിയ വലിയ ബിൽഡിങ്സ് വന്നു. ദ സ്ട്രീറ്റ് സർജ് വിത്ത് ചിൽഡ്രൻ. ആ ഒരു തെരുവ് നിറച്ച് കുട്ടികളാണ്. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സ്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ശബ്ദം. ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് സർക്കസ്. സർക്കസ് തുടങ്ങാൻ പോകുന്നു പറഞ്ഞ് ഇങ്ങനെ ബാൻഡ് അടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ പോകുന്നു. വിത്ത് ദ ക്ലൗൺസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. മുന്നിലായിട്ട് ക്ലൗൺസും വെയ്റ്റ് ലിഫ്റ്റേഴ്സും ഉണ്ട്. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ്. സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർഫോഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്താണ് ഫയർഫോഴ്സ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ക്രോൾഡ് മെജസ്റ്റിക്കലി ബൈ. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാ ഫയർഫോഴ്സ് ആംബുലൻസ് ഒക്കെ പോവാ, പേ 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 എന്ന് ഒച്ച ഉണ്ടാക്കി സ്പീഡിൽ പോവില്ലേ? പക്ഷെ ഇവിടെ ഈ ഫയർഫോഴ്സ് ഈ ഒച്ച ഉണ്ടാക്കി ഇങ്ങനെ തെരുവിലൂടെ ഞെരങ്ങിക്കൊണ്ടിരിക്കുക. ഞെരങ്ങാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്രോൾഡ് മെജസ്റ്റിക്കലി ബൈ, അങ്ങനെ ഞെരങ്ങി പോവാണ്. The siren of a fire engine shrieked. Shrieked എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക. അപ്പോൾ ഫയർ എഞ്ചിൻ്റെ സൗണ്ട് ഇങ്ങനെ പേ പേ എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. And it was not clear how the vehicle would cleave its way to reach the blazing fire. അതായത് ആ തെരുവിൽ അവിടെ എവിടെയോ തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫയർഫോഴ്സ് പോകുന്നത്. പക്ഷെ അവിടെ ട്രാഫിക് ബ്ലോക്ക് കാരണം ഫയർഫോഴ്സിന് സ്പീഡ് പോകാൻ പറ്റുന്നില്ല. ഫയർഫോഴ്സ് ഇങ്ങനെ നിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബബ്ലു ചിന്തിക്കുകയാണ്, എങ്ങനെയായിരിക്കും ഈ വെഹിക്കിളിനൊക്കെ മാറ്റിയിട്ട് അതിന് നടുക്കൂടെ ഈ ഒരു ഫയർഫോഴ്സിൻ്റെ വണ്ടി പോവുക എന്ന് ബബ്ലു ചിന്തിക്കുക. ദ സൈറൺ ഓഫ് എ ഫയർ എഞ്ചിൻ ഷ്രീക്ഡ് ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ വഴി മാറ്റി പോവുക. ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ. ആളി കത്തുന്ന തീയുടെ അടുത്ത് എങ്ങനെ എത്തും എന്ന് ചിന്തിക്കുകയാണ്. A battle raged between a taxi driver and his passenger. അതിൻ്റെ ഇടയിൽ കൂടെ എന്താണ്, ഒരു ടാക്സി ഡ്രൈവറും ആ ടാക്സി ഡ്രൈവറിൻ്റെ ആ വണ്ടിയിലുള്ള പാസഞ്ചറും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുക. While the passenger's wife called out for help, no one answered. റെഡി ആയില്ലേ? ഇപ്പോൾ വന്നു സ്റ്റക്ക് പോയി ഇപ്പോൾ വന്നില്ലേ? സ്റ്റക്ക് പോയി. ഇപ്പം റെഡി ആയില്ലേ മക്കളെ? പോയില്ല വരൂ കേട്ടോ, ഇപ്പം വരുവേ. ഓക്കെ, വന്നില്ലേ? ഓക്കെ, ഡൺ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ഐ വാസ് ഇൻ എ ഡേയ്സ്. എനിക്കെല്ലാം കൂടി തല കറങ്ങുന്നത് പോലെയുണ്ട്. ഐ ഓൾമോസ്റ്റ് വെൻ ക്രേസി. എനിക്കിങ്ങനെ പ്രാന്ത് പിടിക്കുകയാണെന്ന് പറയാണ്. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ എ ഹാഫ് എ ഡേ അല്ലേ? അപ്പോൾ ബബ്ലുവിന് ഫുൾ കൺഫ്യൂഷൻ. ഞാൻ രാവിലെ പോകുമ്പോൾ ഈ സ്ട്രീറ്റിന് രണ്ട് വശത്തും എന്തായിരുന്നു? ഈ സ്ട്രീറ്റിന് രണ്ട് വശത്തും ഗാർഡൻ ആയിരുന്നു. ഓക്കെ, ഈ സ്ട്രീറ്റിന് രണ്ട് വശത്തായിട്ട് ഗാർഡൻ ഉണ്ടായിരുന്നു. ഒറ്റ മിനിറ്റ് മക്കളെ, ഒറ്റ മിനിറ്റ്. വൺ മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്, ഇപ്പം ശരിയാവും. ഇല്ല സ്ക്രീൻ ഇപ്പോൾ വരും. കഴിഞ്ഞു സ്ക്രീൻ ഇപ്പോൾ വരും കേട്ടോ. റെഡി ആയില്ലേ? മിസ് ഇവിടെ ഉണ്ട്, ടെൻഷൻ ആവേണ്ടത്. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ചാപ്റ്റർ തീരും കേട്ടോ. 5 മിനിറ്റ്. കൈവിട്ടിട്ടില്ല ഇവിടെ ഉണ്ട്. ഓക്കെ, ഡൺ. റെഡി ആയില്ലേ? ഓക്കെ, അപ്പോൾ ബബ്ലുവിന് ആകെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ പോകുമ്പോൾ ഫുൾ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡും പാടങ്ങളും ഗാർഡൻസും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഇവിടെ ഫുൾ മാറി, റോഡ് വന്നു, അവിടെ ബിൽഡിങ്സ് വന്നു, ഒരു സ്ഥലത്ത് തീ പിടിച്ചു, ഒരു സ്ഥലത്ത് ഒച്ചയും ബഹളവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. ഹൗ കുഡ് ഓൾ ദിസ് ഹാപ്പൻ ഇൻ എ ഹാഫ് എ ഡേ? ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്, ഹാഫ് എ ഡേ. ഒരു അര ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും സംഭവിച്ചത്? ഓക്കെ, ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്. രാവിലെ എഴുന്നേറ്റ് വൈകിട്ടായപ്പോഴേക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ. ഐ വുഡ് ഫൈൻഡ് ദി ആൻസർ അറ്റ് ഹോം. ഞാൻ വീട്ടിലെത്തിയാൽ ഇതിനൊരു ആൻസർ കണ്ടുപിടിക്കും. വിത്ത് മൈ ഫാദർ. അച്ഛനോട് ചോദിക്കണം എന്താണ് ഇവിടെ നടക്കുന്നത് അല്ലേ? ബട്ട് വേർ വാസ് മൈ ഹോം? എൻ്റെ വീട് എവിടെയാ? I could see only tall buildings and hordes of people. Hordes എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പോൾ എനിക്ക് ആകെ എന്തുമാത്രമേ സ്പൺ എന്ന് പറഞ്ഞാൽ കറങ്ങുക.
സ്പിന്നിൻ്റെ മറ്റേ ഫോമാണ്, സ്പൺ, കറങ്ങുക എന്നുള്ള, എനിക്ക് തല കറങ്ങുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് വീട്ടിലെത്തിയിട്ട് വേണം അച്ഛനോട് ചോദിക്കാൻ, അച്ഛാ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ അല്ലേ. പക്ഷെ എൻ്റെ വീട് എവിടെയാ? വീട് കാണാനില്ല, ചുറ്റും ഫുൾ ബിൽഡിങ്സും കുറേ ആളുകളും മാത്രം. അത് മാത്രമേ കാണാനുള്ളൂ. ഐ ഹേസ്റ്റൻഡ് ഓൺ ടു ദ ക്രോസ് റോഡ്. അപ്പം ഞാൻ എന്ത് ചെയ്യുക, വേഗം ആ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തിടുക്കം കൂട്ടുകയാണ്. ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബുഘോഡ. അബുഘോഡ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റാണ്, ഈജിപ്തിലെ ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ് അബുഘോഡ. അപ്പോൾ ആ ഗാർഡനിലേക്ക് എത്തി, നമ്മുടെ അബുഘോഡയിലുള്ള ഗാർഡൻ കഴിഞ്ഞാലാണ് എൻ്റെ വീട്. അപ്പം ഞാനിങ്ങനെ ആ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അവിടേക്ക് എത്താൻ. ഞാൻ തിടുക്കപ്പെടുകയാണ്. ഐ ഹാഡ് ടു ക്രോസ് അബുഘോഡ ടു റീച്ച് മൈ ഹൗസ്. അപ്പോൾ അബുഘോഡ എന്ന് പറയുന്ന സ്ട്രീറ്റ് കടന്നാലേ എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്. പക്ഷേ കാറുകൾ ഇങ്ങനെ നിരനിരയായിട്ട് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക. കാറുകളുടെ ഒരു വരി തന്നെയുണ്ട്. അപ്പോൾ ഈ കാറുകൾ ഇങ്ങനെ റോഡിലൂടെ പോകുന്നതുകൊണ്ട് എനിക്ക് റോഡ് കടക്കാൻ പറ്റുന്നില്ല. റോഡ് കടന്നാലേ എനിക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. ഓക്കെ, ദ ഫയർ എൻജിൻ സൈറൻ വാസ് ഷ്രീക്കിംഗ് അറ്റ് ഫുൾ പിച്ച്. അപ്പം വണ്ടികൾ മാറിക്കൊടുക്കാത്തതുകൊണ്ട് ഫയർ എൻജിൻ്റെ സൗണ്ട് ഫുൾ പിച്ചിൽ ഭയങ്കര ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആസ് ഇറ്റ് മൂവ്ഡ് എ സ്നെയിൽ സ്പേസ്. ഒച്ച മാത്രമേ ഉള്ളൂ, ഫയർ എൻജിൻ എങ്ങനെയാണ് ഒരു ഒച്ച പോകുന്നത് പോലെയാണ് പോകുന്നത്. Said to myself, let the fire take its pleasure in what it consumes. അല്ലേ, ഈ വണ്ടികളൊന്നും മാറിക്കൊടുക്കുന്നുമില്ല, ഫയർ എഞ്ചിന് പോകാനും പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ സമാധാനത്തിന് വേണ്ടി പറയാണ്, ആ ഒരു തീ അതിനിഷ്ടമുള്ളതെല്ലാം വിഴുങ്ങട്ടെ. ഓക്കെ, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോട്ടെ. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം പറയണത്. എന്തെങ്കിലും നടക്കട്ടെ, തീ പിടിച്ചോട്ടെ, തീ എല്ലാ സാധനങ്ങളും കത്തിച്ചോട്ടെ എന്ന് പറയാം. ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുക, എനിക്ക് എപ്പോഴാണ് ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുക. ഐ സ്റ്റുഡ് ദേർ എ ലോങ് ടൈം. ഞാൻ കുറേ നേരം അവിടെ നിന്നു. ഓക്കെ, until the young lad employed at the ironing shop on the corner came up to me. അപ്പം ഞാനങ്ങനെ കുറേ നേരം നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള അയണിങ് ഷോപ്പിലുള്ള ഒരു കൊച്ചു പയ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു. He stretched out his arm and said gallantly. Gallantly എന്ന് പറഞ്ഞാൽ ഭയങ്കര ധീരമായിട്ട് ആ കൊച്ചു പയ്യൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറയാ, grandpa, let me take you cross. എന്താ പറയണത്? grandpa വാ, ഞാൻ നിങ്ങളെ ക്രോസ് ചെയ്യിക്കാന്ന്. അപ്പം നമ്മുടെ ബബ്ലു ആരായി മക്കളെ? ബബ്ലുവിനോട് തൊട്ടടുത്ത് ഇസ്തിരിക്കടയിലെ കൊച്ചു പയ്യൻ വന്നിട്ട് വിളിക്കാം, ഗ്രാൻഡ്പനെ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് തരാന്ന്. അപ്പോൾ ബബ്ലു ആരാ? അപ്പോൾ എവിടെ ബബ്ലു? എവിടെ ബബ്ലു? ഇപ്പം ഇങ്ങനെയായി മക്കളെ. സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലേ, ഒരു കടങ്കഥയില്ലേ, കുളിക്കാൻ പോകുമ്പോൾ വയസ്സെത്തി, കുളിച്ച് വരുമ്പോൾ സുന്ദരി എന്നൊക്കെ പറയുന്ന പോലെ, അതേപോലെ സ്കൂളിൽ പോകുമ്പോൾ കൊച്ചു പയ്യൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ വയസ്സൻ. അങ്ങനെയായി നമ്മുടെ ബബ്ലു. എന്താ സംഭവം? എന്താണ്? അതാണ് നമ്മുടെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മധ്യവയസ്കൻ ഇയാളോടാ വന്ന് ചോദിച്ചത്, നിനക്ക് ഓർമ്മയുണ്ടോ എന്നെ, നിന്നെ കാലമായില്ലേ, കുറേ കാലമായില്ലേ കണ്ടിട്ടെന്ന്. എന്താ സംഭവം? അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി ബബ്ലു വയസ്സിനാണ്. ബബ്ലു നമ്മളെ ടൈമാണ്, അതായത് ഈ സ്റ്റോറി പറയണ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമാണ്. ആ സമയം കൊണ്ട് നമ്മൾ എത്രയോ പെട്ടെന്ന് നമ്മൾ കുറേ കാലം കടന്നു പോകും. ശരിക്കും ഈ വയസ്സനായ ബബ്ലു പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചതാണ്, അല്ലെങ്കിൽ ബബ്ലുവിൻ്റെ ലൈഫാണ് ഈ ഒരു ഹാഫ് എ ഡേ കൊണ്ട് കാണിച്ചു തന്നത്. കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ലൈഫ് തീർന്നു പോകും. ഹാഫ് എ ഡേ മാത്രം, അത്രയും ചെറിയ സമയം നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ എന്നാണ് കാണിച്ചത്. രാവിലെ സ്കൂളിൽ പോയതൊക്കെ ബബ്ലു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ടൈം കഴിഞ്ഞ് അങ്ങനെ വയസ്സനായി ബബ്ലു. ഈ കാലത്തിനിടയിലുള്ള സംഭവങ്ങളൊന്നും കാണിച്ചില്ല. ബബ്ലു കുഞ്ഞായിരുന്നു, കുറേ കാലം കഴിഞ്ഞു, പിന്നെ അതിനിടയിലുള്ള ഈ ഒരു വയസ്സനായ ആൾ റോഡിൽ നിൽക്കുന്ന സീനാണ് നമ്മൾ അറിയുന്നത്. ഓക്കെ, ആ സമയം കൊണ്ടാണ് ഈ സ്ട്രീറ്റൊക്കെ മാറിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കാലവും നമ്മുടെ നാടും ഒക്കെ ഇത്രയേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ നിങ്ങളുടെ 9ാം ക്ലാസ് ഇത്രയേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കണ്ണടച്ച് തുറക്കും മുമ്പ് നിങ്ങളുടെ 9ാം ക്ലാസ് കഴിയും. അതും കഴിയുമ്പോഴേക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം നിങ്ങളുടെ 8ാം ക്ലാസ് എത്ര പെട്ടെന്നാണ് തീർന്നത്. നിങ്ങളിനി ഇങ്ങനെ നിങ്ങളുടെ അടുത്തത് ഓണം എക്സാം വരും, അടുത്തത് നമ്മുടെ പബ്ലിക് എക്സാം വരും. അപ്പോൾ നിങ്ങളേക്ക് 9ാം ക്ലാസ് കഴിഞ്ഞു, 9ാം ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ 10ാം ക്ലാസ്സും കഴിയും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലൈഫ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഷോർട്ടായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാം? നമ്മളുള്ള സമയം നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമ്മളുടെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു യൂണിറ്റ് തന്നെ ഫുൾ ടൈമിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ഇതേ ചാപ്റ്റേഴ്സ് എല്ലാം ഇങ്ങനെ ടൈമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് ബബ്ലുവിൻ്റെ കംപ്ലീറ്റ് ലൈഫാണ് നമുക്ക് കാണിച്ചത്. അതാണ് ബബ്ലു എന്താണ് നിൽക്കണത്, ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണത്, ഈ റോഡൊക്കെ എങ്ങനെ മാറിയെന്ന്. ഓക്കെ, അതാണ് ബബ്ലുവിനോട് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾ വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത്. അത് ബബ്ലു ആരാണ്, വയസ്സായിട്ടുണ്ട് അല്ലേ. നല്ല ട്വിസ്റ്റ് ആയിരുന്നില്ലേ? ബബ്ലുവിൻ്റെ പണ്ടത്തെ കാലം ഇത്രയും ഷോർട്ടായിട്ട് തീർന്നു പോയി എന്ന് ചിന്തിക്കുകയാണ്. ഇഷ്ടമായോ സ്റ്റോറി? സ്റ്റോറി ഇഷ്ടമായവരെല്ലാവരും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ ഈ ക്ലാസ്സുകളും ഈ ചാപ്റ്റേഴ്സൊക്കെ നേരത്തെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താഴേക്കാന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സൊക്കെ നേരത്തെ പഠിക്കാം. 2999 മാത്രമേ ഉള്ളൂ നമ്മുടെ ബാച്ച് ഫീ. കാരണം ഇതിൽ നമ്മുടെ ബാച്ചിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ടാകും. യെസ്, ഇഷ്ടമായി? ക്ലാസ് മനസ്സിലായോ? യെസ്, നവനീത് 8th ഡിയിലായിരുന്നോ? സ്റ്റോറി ഇഷ്ടമായി? ക്ലാസ് കഴിഞ്ഞു, ഹാപ്പി? അതാണ് കലാകാരൻ്റെ ഇത്. അതായത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റിയില്ലേ, ലാസ്റ്റ് വരെ ആ ഒരു ക്ലൈമാക്സ് നിർത്തിയില്ലേ, ഇതാണ്. ഇഷ്ടമായി? സൂപ്പർ സ്റ്റോറി. നിങ്ങളും ഇതേപോലെ സ്റ്റോറീസൊക്കെ എഴുതാം. ഈ സ്റ്റോറി എഴുതിയ ആളുടെ പേരെന്താ? നമ്മുടെ സ്റ്റോറി റൈറ്റർ എവിടെ? ഇതായിരിക്കണം. ഓക്കെ, Naguib Mahfouz was born in old Cairo, Egypt in 1911. കെയ്റോ ഈജിപ്തിലാണ്. ആഫ്റ്റർ റിസീവിങ് ഹിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിലോസഫി കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈജിപ്ഷ്യൻ സിവിൽ സർവീസിൽ ജോയിൻ ചെയ്തു. ഹി ഈസ് റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ഇൻ അറബിക് ലിറ്ററേച്ചർ. ഈ ഒരു സ്റ്റോറി ആക്ച്വലി അറബിക്കിലാണ് എഴുതിയത്, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് കേട്ടോ. ഹി വാസ് ദ ഫസ്റ്റ് ഈജിപ്ഷ്യൻ and the first Arab writer to win Nobel Prize winner ആണ്. Okay, he published 35 novels, around 350 short stories and 26 screenplays എന്ന് പറഞ്ഞാൽ നാടകങ്ങളാണ്. ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക് ഇൻക്ലൂഡ് ദ കെയ്റോ ട്രൈലോഗി ആൻഡ് ചിൽഡ്രൻ ഓഫ് ഗെബിലാവി. നല്ല പേര്. മെനി ഓഫ് മെഹ്ഫൂസ് വർക്ക്സ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ടു ഫിലിംസ്. അദ്ദേഹത്തിൻ്റെ കുറേ വർക്ക്സ് സിനിമയാക്കിയിട്ടുണ്ട്. 2006 പാവം മരിച്ചുപോയി. അയ്യോടാ. യെസ്, ഗെയിം മിസ്റ്ററിസ്റ്റ്. യെസ്, യദുൽ. മിസ് നൗഷാദ് ഒറ്റക്കായി ക്ലാസ്സിൽ. ആരാ മക്കളെ നൗഷാദ്? നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. എഴുതി വന്നപ്പോൾ ആളുടെ കിളി പോയതല്ല, ഹാഫ് എ ഡേ കൊണ്ട് ഒരാളുടെ ലൈഫ് ടൈം കംപ്ലീറ്റ് കാണിച്ചതാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ എല്ലാവരുടെയും ജീവിതം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്ര കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ലൈഫ് കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും എന്ത് മറക്കരുത്, നമ്മളുടെ ഇൻസ്റ്റഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ examiner.app എന്നാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ചാനലും ഉണ്ട്. നിങ്ങളുടെ 9ാം ക്ലാസ്സിൻ്റെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിസ്സിനെ ഫോളോ ചെയ്യാം. ഓക്കെ, യെസ്, ഇതാണ് മിസ് ഡൈരി. റെഡി? അപ്പോൾ താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മളുടെ ചാപ്റ്റർ കഴിഞ്ഞു. യെസ് അനഘ. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ലേറ്റ് ആവാതിരിക്കുക. നമ്മുടെ ബബ്ലുവിൻ്റെ ലൈഫ് പോലെ ഇത്ര ഷോർട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും ലൈഫ്. നിങ്ങളുടെ 9ാം ക്ലാസ് ഇതുപോലെ തീർന്നു പോകും. വേഗം നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എക്സാമൊക്കെ വളരെ സ്മൂത്തായിട്ട് റിവിഷനൊക്കെ ചെയ്തു പോകാം. താല്പര്യമുള്ള മക്കൾക്ക് താഴേക്കാന്താ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഒരു കാര്യം മറക്കരുത്, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ക്ലാസ് എന്നുള്ളത് ക്ലാസ് കഴിഞ്ഞാൽ മിസ് ഇപ്പം ലൈവ് എൻഡ് ചെയ്യും. അപ്പോൾ യെസ് പൂജ, ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്, ഇഷ്ടമായോ മനസ്സിലായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മിസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മുടെ 9ാം ക്ലാസ്സിൽ. ഓക്കെ, മിസ് ബയോളജി പോലും എടുക്കാനാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് എടുക്കാനാണ് വന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസ് മിസ് ശ്രദ്ധിക്കും, നോക്കൂ കേട്ടോ, മിസ്സിനെ വിഷമിപ്പിക്കരുത്. യെസ്, ദേവു, ശിവനന്ദ, സന ആൻഡ് ട്രീസ, അസ്ന, സന ജോയിൻ ചെയ്തു. വെരി ഗുഡ് അമേഘ. അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.